എന്തുകൊണ്ടാണ് നിങ്ങളൊരു തർക്കത്തിനിടയിൽ കരഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ മാത്രമാണ് ഇങ്ങനെയെന്ന്? അല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സംഘർഷങ്ങൾക്കിടെ കരഞ്ഞു പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഈ കരച്ചിലിന് പിന്നിലുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വികാരങ്ങൾ വളരെ ആഴത്തിൽ അനുഭവിക്കാൻ പറ്റും. ചിലർ സംസാരിക്കും, ചിലർ ബഹളം വയ്ക്കും. നിങ്ങൾക്കത് ഫീൽ ചെയ്യും, അനുഭവപ്പെടും. നിങ്ങളുടെ ഇമോഷണൽ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ വൈകാരിക സംവേദനക്ഷമത മറ്റുള്ളവരെക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തലച്ചോറ് വാക്യങ്ങൾ രൂപപ്പെടുന്നതിന് മുന്നേ നിങ്ങളുടെ ഹൃദയം പ്രതികരിക്കും. ഇത് അതുപോലെയല്ല കേട്ടോ. ഇത് ഹൈ ഇമോഷണൽ റെസ്പോൺസീവ്നെസ്, അതായത് ഉയർന്ന വൈകാരിക പ്രതികരണ ശേഷി എന്ന് വിളിക്കുന്ന ജൈവികമായ ഒരു ഗിഫ്റ്റാണ്. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്, വാക്കുകൾ സുരക്ഷിതമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ വളർന്നിട്ടുണ്ടാകുക. ചിലർക്കുണ്ടല്ലോ, ചെറുപ്പത്തിൽ വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ, ചിലപ്പോൾ അച്ഛനമ്മയും തമ്മിലുള്ളത്, അല്ലെങ്കിൽ മറ്റ് കുടുംബ വഴക്കുകൾ, അതിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം, ആ പിരിമുറുക്കങ്ങളൊക്കെ ഒരു ത്രെട്ടായിട്ട്, ഭീഷണിയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടാകുക. മാതാപിതാക്കൾ വഴക്കൂടുമ്പോൾ വാതിലിന് പിന്നിൽ ഒളിക്കുന്ന കുട്ടിയുടെ മുഖം ചിലരുടെയെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടാകും. അങ്ങനെ കേട്ട് ശീലിച്ച ആളുകൾ വലുതായി കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ തികട്ടി വരുന്നു. ആരുടെയെങ്കിലും ശബ്ദം ഉയർന്നാൽ പഴയ ഓർമ്മകൾ അവരെ ഉണർത്തുന്നു. ഒരു അഭിപ്രായ വ്യത്യാസം അവർക്ക് അതിജീവനത്തിനായുള്ള ഒരു പ്രതികരണമാണ്. അവർക്ക് കണ്ണുനീര് വരുന്നത് ആ അവസ്ഥയിൽ നിന്ന് ശരീരം അവരെ സംരക്ഷിക്കുന്ന ഒരു മാർഗമായിട്ടാണ്. അടുത്ത കാരണമായിട്ട് പറയുന്നത്, നിങ്ങളുടെ ബൗണ്ടറീസ്, അതിരുകൾ പലതവണ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, ഒരാൾ നിങ്ങളെ നിരന്തരം തെറ്റിദ്ധരിക്കുമ്പോൾ, എന്ത് ചെയ്താലും പറഞ്ഞാലും സംശയത്തോടെ കാണുമ്പോൾ, നിങ്ങളെ തന്നെ എപ്പോഴും വിശദീകരിക്കാൻ നിർബന്ധിതമാകുമ്പോൾ, നിങ്ങളുടെ വാക്കുകൾ തള്ളിക്കളയുമ്പോൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും തരാതിരിക്കുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അവിടെ കരച്ചിൽ നിങ്ങളുടെ സഹായത്തിനെത്തും. കരച്ചിൽ നിങ്ങളുടെ പ്രതിരോധമായി മാറും. ഇത് സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ് എന്ന് നിങ്ങളുടെ ശരീരം പറയുന്ന അവസാനത്തെ വഴിയാണിത്.